എന്താടാ ചാറ്റിൽ ഇങ്ങനെ തെറി വിളിക്കുന്നത്? നിങ്ങൾ ദയവ് തെറി വിളിക്കണമാർ ടൈം ഔട്ട് മോഡറേറ്റേഴ്സ് കൊടുത്തോളൂ. അതിന് റിപ്ലൈ ആയിട്ട് പറയാൻ പോകുന്നതിനാ? നമുക്ക് വേറൊന്നുമില്ല, നമ്മളുടെ ഓൾറെഡി പറഞ്ഞില്ല, ജസ്റ്റ് ഒരു വാറിനൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാ. ഒരു സംഭവം സംഭവമൊന്നുമില്ല. നിങ്ങൾ അറിയാനായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. അതായത് നമുക്ക് നമ്മളുടെ ഇടയ്ക്ക് ഉള്ള ഒരു ഡിസ്കഷനാ. അങ്ങനെ EVX ഫയൽ വെക്കുന്ന തേങ്ങ ഓളാടുന്നു. ഫയലിന്റെ ഒന്നുമില്ല. ഫയലിലേക്ക് ഞങ്ങൾ പറയത്തുകൂടിയില്ല. നേരെ നമ്മുടെ കൂട്ടത്തിലത്തിന്റെ ഫയൽ വെക്കുക, ലൈവിൽ തന്നെ പറയും, അന്നേരം കിണ്ടും. എന്താ പണ്ടോട് സോ അതാണ് മുച്ചിരി ബോസ് POV എന്നാ. മുച്ചിരി ബോസ് POVയോ? മുച്ചിരി ബോസ് POV, മുച്ചിരി ബോസ് POV, മുച്ചിരി ബോസ് PO, മുച്ചിരി എവിടെ? ഡ്രാഗ് ടു മുച്ചിരി ഞാൻ വലിച്ചാണേ. മുച്ചിരി POV ആണോടാ? ഹലോ, POV ഇല്ല. POV ഇല്ലേ? മറന്നുപോയി റെക്കോർഡ് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ ഇപ്പൊ തന്നെ മെസ്സേജ് ഇതൊക്കെ പോവും. ഇതവർക്ക് ക്ലിപ്പ് ചെയ്യും. നീ ഹാക്കറായി കൺഫേം. ഓക്കെ, കാണാൻ ആന്റി ആണെങ്കിൽ ചന്തു കൈ പറിച്ച് ലാസ്റ്റ് ആകുമ്പോ ഓടിച്ചിട്ട്. ലാസ്റ്റ് ആകുമ്പോ നമ്മളേ ഉള്ളൂ. ഇതൊരു വിക്ക്, പിന്നെ ഒരു ഒറ്റടിങ്ങനെ കിട്ടുന്നു. പിന്നെ ഇത് ഒറ്റടിങ്ങി കിട്ടും. ഇവനെ അപ്പുറത്ത് നിന്ന് ടിങ് കൊടുക്കും, സൈഡിൽ നിന്ന് ടിങ് കൊടുക്കും. എന്നിട്ട് ഞാൻ ഈ റൈറ്റ് വരും, എന്നിട്ട് ഇവിടുന്ന് എടുത്തിട്ട് നീ താഴെ ഇട്ടോ പോണെങ്കി. നീ എന്താ OG സോളസ്റ്റിക്സ് POV ഒക്കെ അവരവരുടെ ഇപ്പൊ എല്ലാരും ലൈവ് ഇടുന്നതാണ് സംഭവം. എല്ലാരും ഇപ്പൊ ലൈവും സംഭവങ്ങളൊക്കെ ഇടുന്നതാണ്. അപ്പോൾ അവരവരെ POVയിൽ കാണും. മീൻസ് അവരവരെ ഇതിലിടുമ്പോ നിങ്ങൾക്ക് അവിടെ പോയി കാണാലോ അവരുടെ. അപ്പൊ അതായിരിക്കും നല്ലത്. അതാണ് പറഞ്ഞ എല്ലാരും അവരവരെ POV പോയി കാണുക, അതാണ് നല്ലത്. കാരണം അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തൊരു കുറച്ച് പേര് അവരുടെ ചാനലിലോട്ട് പോകും, സപ്പോർട്ട് പോകും. അഡ്മിൻ POV ഇല്ല. അഡ്മിൻ POV പോയില്ലടാ, ഇല്ലായിരുന്നല്ലോ. അഡ്മിൻ POV ഇല്ലായിരുന്നാണ് വിശ്വാസം. അഡ്മിൻ POV തുടക്കത്തിലുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇവിടെ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി ഇരുന്നവർക്ക്, ഗ്യാങ്ങിനെ വാറിനെ പറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ടിരുന്നവർക്ക് വേറെ ഒന്നുമില്ല. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി POV ഒക്കെ അവരവരുടെ ലൈവിലൊക്കെ കാണിക്കും, നിങ്ങൾ അന്നേരം പോയി കണ്ടാൽ മതി. വേറെ ഒന്നുമില്ല. നമ്മൾ വാർ ജയിച്ചു, പക്ഷെ കുറച്ച് പേര് ഡൗൺ ആയി അവിടെ. അത് നമ്മുടെ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. സോ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യും. എക്സലറേറ്റാ ഉണ്ടോ ക്ലിയറായ POV? ഇല്ല. പുള്ളിക്കാരന്റെ യൂട്യൂബിന്റെ ലൈവ് പക്ഷേ അല്ലല്ല, എക്സലറേറ്റിന്റെ കിക്കിലുണ്ട്, എടുത്തോക്ക്. കിക്കില് 2 ലൈവ് ഇട്ടാ പുള്ളി. അത് ഇതായി അപ്പുറത്ത് യൂട്യൂബിന്ന് ഇപ്പുറത്തോട്ട് വന്നു. അപ്പൊ യൂട്യൂബിൽ ബഗ്ഗായി. അപ്പൊ ഇയാൾ ഇപ്പൊ കാണിച്ചു കാണാൻ പറ്റുമോ? കിക്കില് ആക്സലറേറ്റ്. ഇന്നടാ കാണിക്കാൻ പോണേ സംഭവം അതാ POV ഞാൻ ലൈവ് ഇടോ കാണിച്ചത്. നിങ്ങൾ? അതിനു മുന്നേ പാക്കുമായിരുന്നു സ്പെക്ക് ചെയ്തത്. ആ സമയത്താണ് ഞാൻ അങ്ങോട്ട് പോയത്. അവിടെ വേറെ ഒരു അതാണ്. പിന്നെ അവിടെ സിറ്റുവേഷൻ എൻഡാക്കി കിട്ടുമെന്ന് വെച്ചാൽ ലാസ്റ്റ് മാ വന്നപ്പോഴത്തേക്ക് ഓൾറെഡി അവിടെ കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ സിറ്റുവേഷൻ എൻഡാക്കി പിന്നെ അടിക്കാൻ പറ്റത്തില്ല. പുള്ളി GRV അടിച്ച് അവിടോട്ട് പറഞ്ഞു വിട്ട്, അവരുടെ ഗ്യാങ് ഹൗസിലോട്ട് പറഞ്ഞു വിട്ട്. ലാസ്റ്റ് 1v3 ആയിരുന്നു. ചന്ദ്ര എടുത്തു ഓൾറെഡി. ബാക്കിൽ കുറച്ച് ബാക്ക് ഇനും ബാക്ക് വരെ 4-5 മിനിറ്റ് സൗണ്ട് ഇല്ലേ? അവിടെ ഉണ്ട്.
സൗണ്ട് ഇല്ല എന്തിനാ ഒരു സൗണ്ട് second. കേൾക്കാത്തെ? സൗണ്ടില്ല അല്ല സൗണ്ട് ഫുള്ളാ പക്ഷെ സൗണ്ട് ഇല്ല. മണ്ടയില് നോക്ക് ബ്രൗസറിന്റെ മണ്ടയില് മ്യൂട്ട് ആണോ ബ്രൗസറിന് മ്യൂട്ടാണോ നോക്കിയത്? അല്ല 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 അല്ലല്ല മ്യൂട്ടാണ് അല്ല പുള്ളിയുടെ സൗണ്ട് ഇപ്പൊ കേട്ടതാ. എനിക്കാണ് പുള്ളി മ്യൂട്ടാണ് സൗണ്ട് ഉണ്ടോ സൗണ്ട് ഉണ്ടോ? ഇല്ല 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 പുള്ളിയുടെ ഏബിൾ അടിച്ചിട്ടോ അവിടെ അടി ടേബിൾ നല്ലോണം കളിച്ചു. ഏബിള് മാറ്റിയിരിക്കുന്നു. ഇവിടെ നല്ലൊരു അടി കൊണ്ടുവന്നുണ്ട്. അസൻസിയോ ഡൗൺ ആക്കിയിരിക്കുന്നു. മുച്ചിരി ബൂമറിനെ അടിക്കുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഏബിസിനെ അടിക്കുന്നുണ്ട്. ബൂമർ ഡൗൺ ആയിരിക്കുന്നു. ഫ്ലിക്സ് ഹീറോ ജുഗ്രുവിനെ എടുത്തിട്ടുണ്ട്. ആ നോക്കുക അസൻസിയോനെ എടുത്തിട്ടുണ്ട്. ഏബൽ ടി വി ഡെസ്ട്രോ ഇവിക്സിലെല്ലാരും ഡൗൺ ആവുന്ന കഴിച്ച. ഇവിടെ ഒരാൾ കത്തിപ്പോയിരുന്നു കേട്ടോ ഇവിക്സിൽ. അവൻ ലാസ്റ്റ് വരും. അത് കാണിച്ചത് എന്താ പറ്റിയത്. ഓൾറെഡി ജി ജി ഇട്ടിട്ടുണ്ട് ഇവിക്സില്. ഒരു 1v2 സിറ്റുവേഷൻ 1v3 സിറ്റുവേഷൻ ഡൗൺ ആക്കിയിരിക്കുന്നു. അസൻസിയോ ഡൗൺ ആക്കിയിരിക്കുന്നു ഇവിക്സിലെ പ്ലെയറിനെ. ഇനി നല്ല കളിയായിരുന്നു. പക്ഷെ ആ ഫൈറ്റിൽ സ്റ്റാർട്ടിംഗ് സൗണ്ട് ഇല്ല. അടിച്ചു ഒരാള് ഇത് പോയി. ഒരാള് എന്തോ അവനവിടെ പ്രോപ്പൊന്നും ഉണ്ടായിരുന്നില്ലെന്നാ പറഞ്ഞ വില്ല് അവിടെ ചത്തുപോയി. സോറി ബ്രോ. സൗണ്ട് ഉണ്ടോ? പക്കുവാടിന്റെ ലൈവ് ആണെങ്കിൽ പകുതിക്കുന്ന കത്തിയും പോയി. ചന്ദ്രന്റെ മോഡറേറ്റേഴ്സ് എനിക്ക് ടൈം ഔട്ട് തന്ന് പക്കുവിന്റെ ലൈവില് പകുതിയുള്ളൂടാ. അത് നമ്മള് കണ്ടു. പക്കുവിന്റെ ലൈവ് നമ്മള് കണ്ടായിരുന്നു. നൈസ് എല്ലാരും കളിച്ചതായിട്ട്. സൗണ്ട് ആന്തര് വന്നത് എന്തോന്ന് ഞാൻ കണ്ടല്ലോ. പക്കുവിന്റെ ലൈവില് സ്റ്റാർട്ടിങ് ഉണ്ട് എന്താ ഈ ഇതിന് മുന്നത്തെ ആദ്യത്തെ ഇനീഷ്യല് ഡൗൺ ആയിരിക്കുന്നു. ഫൈറ്റ് സ്റ്റാർട്ട് ആവുന്നതെല്ലാം പകുതി വരെയുള്ള പക്കുവിന്റെ കയ്യിലുണ്ട്. പക്കു കോട് നടിച്ചേ അല്ലേ പക്കു കോടുന്നല്ലേ? ആ അല്ല കോഡീസ് ലൈവല്ലേ? പക്കൂടെ നാം അടിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ വരും. ഇല്ല അയ്യോ വേറെ എന്തൊക്കെയാ വന്നു എന്താ ഗോഡീസ് ലൈവ് അല്ല ലൈവ്. അതെ വന്നിട്ട് വേറെന്തൊക്കെയാ വന്നു ചത്തൻ. അയ്യോ സെയിം ടൈം ആണോ? സെയിം ടൈം ആണോ? പിന്നെ അതിന്റെ കുറച്ച് വെക്ക്. ലൈറ്റ് കൊണ്ട് കുത്തിയിട്ടുണ്ട്. ടിവിയുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങി ഓക്കെ. ഇവിടെ ടിവിയുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട്. ടിവിയുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങി ഫയർ ചെയ്യുന്നു. ഇവിക്സ് ഇവിടെ ഇറങ്ങുമ്പോ ഇവിക്സ് ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇവിടെ ഇവിക്സ് ഇറങ്ങിയിട്ടുണ്ട്. ഇവിക്സ് റൈറ്റ് ഫുള്ളി കറങ്ങി വരുന്നുണ്ട്. ഇവിക്സിന്റെ പ്ലേസ് ഇവിടുന്ന് റൈറ്റ് ഫുള്ളി ആണ്. ആ ഒരു വണ്ടിയുള്ള പ്ലേസ് രക്ഷപ്പെട്ടു പോകുന്നത്. ടിവി ഇവിടെ ഇവിക്സ് കുത്തിയതിന്റെ ബാക്ക് സൈഡിലായിട്ട് കൊണ്ട് കുത്തിയിട്ടുണ്ട്. ടിവിയുടെ പ്ലേസ് ഇവിടെ കുത്തിയിട്ടുണ്ട്. ഇവിക്സിന്റെ റാഷ്ഫോർഡ് സ്പോട്ട് ഡൗൺ ആയാ സാധനം പൊട്ടിത്തെറിച്ച് കാണിച്ചേ. ടിവിക്സിന്റെ റാഷ്ഫോർഡ് ഇവിടെ നല്ല രീതിക്ക് പണിയിട്ടുണ്ട്. ഇവിക്സ് ബാക്കിൽ നിന്ന് കയറി വരുന്നുണ്ട്. ഇവിക്സ് ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. ടിവിക്ക് ഇത് നല്ലൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിക്സ് ബാക്കിൽ നിന്ന് കയറി വരുന്നു. LXU ഫുള്ളി ഓടിക്കേറുന്നത് ഇവിക്സിന്റെ മുന്നിലേക്കാണ്. ടിവി അസൻസിയോടെ റാഷ്ഫോർഡ് ജുഗ്ര അവിടെ ഒരു പിക്ക് മെസ്സി കോട്ടോടെ LXU ഡൗൺ ആക്കിയിട്ടുണ്ട്. കത്തി നമ്മളില് 2 പ്ലേസ് അപ്പൊ ഇങ്ങനെ പോയി. നമ്മൾ 2 പ്ലേസ് നമ്മളിങ്ങനെ പോയി. മെസ്സി കോട്ടോടെ അതെന്ത് പൊസിഷൻ ആയിരുന്നു സാവേജിന്റെ? നല്ല പൊസിഷൻ അതെന്ത് കിട്ടുന്ന പൊസിഷൻ ആയിരുന്നു സാവേജിന്റെ മോളില്. ഡൗൺ ആക്കിയിരുന്നു. മെസ്സി കോട്ട ഡൗൺ ചാൻസ് ഉണ്ട്. ആവശ്യം അവിടെ നീല ഡൗൺ ആക്കിയിരിക്കുന്നു. ഇവിടെ ഡെസ്ട്രോ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഡെസ്ട്രോ വ്ളോഡിമറിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. വ്ളോഡിമറിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്.
ഓക്കെ ജുഗർ ഒരു പിക്ക്, സൈറോൺ ഒരു പിക്ക്, ഡെസ്റ്റോ ഒരു പിക്ക്, ഇറ്റാച്ചി ഒരു പിക്ക്, മുച്ചിരി ഒരു പിക്ക്, എന്നാണ് പോകാൻ കത്തുന്നത്. ഫ്ലിക്സ് സീറോ ഒരു പിക്ക്. എടാ ഞാൻ കത്ത് അതിങ്ങനെ കുറഞ്ഞ സൗണ്ട്. ഓക്കെ നല്ലതാണ്. അതെന്ത് ബസ്സായിരുന്നു അള്ളക്കായിരുന്നു മരിച്ചു തീരാണ്ട് ഇതായി. കറണ്ട് പോയി വന്നോ? സാവേജ് നിന്റെ എന്ത് പൊസിഷൻ നീ ഇങ്ങനെ കത്തിയോടാ അവിടെ വെച്ച് അവിടെ നീ ഞാൻ കത്തായിരുന്നു. കത്തിപ്പോയി നിനക്ക് എത്ര ഒരു ചന്ദ്ര. പ്ലക്കായിരുന്നു കേട്ടാ. സത്യം വാരായിരുന്നു എനിക്ക് അവിടെ നേരിട്ട്. കേസ് എന്റെ ബി ഒന്നുമില്ല. അത് അങ്ങനെ പറഞ്ഞ ശരിയല്ല. നമ്മള് എന്താ വെച്ചാൽ നോക്കിയിട്ട് അത് അല്ലാണ്ട് നോക്കിയിട്ട് ഞാൻ അത് എന്തേലും ഉണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അത് നമ്മൾ അങ്ങനെ ഒന്നും ഇതാക്കാണ്ട് പറഞ്ഞ ഷോക്കാണ്. POV ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉള്ളതാ. ചന്ദ്രു വാട്സപ്പ് നോക്കോ? ആ ചന്ദ്രു ബാസൊക്കെ വെച്ചിരി എന്താടാ വെച്ചിട്ട്? എന്താണ് വെച്ച് ബാസിക്ക് ചന്ദ്രു വാട്സപ്പ് ഒക്കെ ഒന്ന് കേടാ. ബോസ് ഉണ്ടവരോ ആണുങ്ങളും ബോസ് ഇവിടെ നിനക്കൊന്ന് പിന്നെ എങ്ങനെ നിനക്കൊന്ന് നിനക്കെങ്ങനെ വന്ന് ബാസ് അതെങ്ങനെ വന്ന് അതാണ് എന്റെ സംശയം. ഇച്ചിരി ബേബി കൂടെ വന്നിട്ടോ. അവന്റെ ലൈവ് അവരുടെ ലൈവില് ഇല്ല ഞാൻ ലൈവ് ഇല്ല കാണിച്ചാ. വരണ്ടാ ഇച്ചിരി ഏത് ഇച്ചിരി ഏത് മോനെ ഇന്റർനാഷണൽ പ്ലെയർ POV ആണെന്ന് പോലെ അല്ലേ? നല്ല ക്വാളിറ്റി അല്ലേ? കിഡിലും ക്വാളിറ്റി ആൾക്കാരുടെ അതേ പെട്ടില്ലേ? ആ കറുത്ത് ചങ്ങലയൊക്കെ കിട്ടി. ഒറ്റടിങ് കിട്ടും ചങ്ങനെ ഒറ്റടിങ് കിട്ടും. വെച്ചിട്ട് കിഡിലോടാ വിഷയം. മറ്റേ ശ്രീവാറിന്റെ ഇച്ചിരി സീനടാ. ബേബി കോടാന്നടാ നീ. അല്ല പ്രിയവാറാണ് കേട്ടോ. എടാ ചന്ദ്ര ആ കഴിച്ചോ നീ? കഴിച്ചു കഴിക്കണം കേട്ടോ. ചേട്ടാ കണ്ടോ അവിടെ ഈ വണ്ടി ആരാ ഓടിച്ചേ? ഏതാടാ? കള്ളനെ പിടിച്ചേ. എവിടെ? പിന്നെ അവിടെ എല്ലാരും ഓടി, നിങ്ങളെല്ലാരും ഓടി, ഞാൻ കുത്തിട്ട് എത്തിയാനാ. നമ്മളെ ടീം അവിടുന്ന് മാറിയില്ല എല്ലാരും. ഇത് മറ്റേ പറഞ്ഞ വണ്ടി. ഞങ്ങൾ ബാക്കിൽ കുത്തിയത്. ഓ അത് കൊള്ളാലോ. സൈഡ് ചെയ്ത് പ്ലക്കിയല്ലേ അവരെ. ബേക്കിന്ന് അടിക്കാൻ നോക്കുമ്പോ റീൽ ഫോണിലുണ്ടാ പോകുന്നില്ല. അതുണ്ട് എനിക്കുണ്ട്. പിന്നല്ല നക്കി കിട്ടുന്നേ. നക്കട ഉച്ചിരി. നക്ക് തന്നെ നക്കില്ലേ? നക്ക് സ്ക്രീൻ മാറ്റിയില്ലല്ലോ അത്. നടുക്ക് നടിക്കണ്ട കോൺഫിഡൻസ് ഉണ്ടാ. എന്ത് വണ്ടി കയറി നോക്കണോ? അതെ സാഹചര്യം POV ഉണ്ട്. ഇത് നക്ക് നക്കി എന്റേത്. നീയൊക്കെ എന്നെ കൊന്നിട്ടേ പോളൂ അല്ലേ? നക്ക് നക്ക്. നല്ല നൈസ് കളിയായിരുന്നു. ഉള്ളത് പറയാലേ. കളിയാടാ വെച്ചിട്ട് നല്ല കളി. കിടിലൻ കളിയായിരുന്നു. സെൻസിബിൾ പ്ലേ അല്ലേ? സെൻസിബിൾ പ്ലെയർ. വേറെ ഒരു സംഭവം ഉണ്ട്, ഒരു ഇടിയൊക്കെ ഉണ്ട്. കാണിച്ചു തരാം. വേറൊരു സെൻസിബിൾ പ്ലേ ഞാൻ ബ്രോ കണ്ണ് തുറന്ന് നോക്ക്. പറയല്ലേ കാണണ ഇച്ചിരി. നാളെ തൊട്ട് മൊബൈലിൽ വേണം. ഇത് കളിയാ പറയാം. ഞാനും അടിച്ചു വന്നാരോനെ. ഇല്ല ഞങ്ങള് പിന്നെയും ബാക്കിൽ നിന്ന് ഇറങ്ങടാ. കണ്ടോ ഇപ്പൊ നോക്കിയാലേ ഇപ്പൊ നോക്കിയ ഇനിയാണ് ഞാൻ ചാവുന്നത്. നോക്കിയോ അവിടെ ചെറിയ രീതിയിലൊന്നും ഇതായി. ഒന്ന് ചോക്കായി. അത്രയും പേര് അടിച്ചിടിച്ച് അവിടേക്ക് പോയപ്പോഴേ ഒന്ന് ചോക്കായതാ. അല്ല അത്രയും നേരം അടി കൊള്ളാണ്ട് ഭ്രാന്ത് പിടിച്ച് പെട്ടെന്ന് ചോക്കായി പോയത്. ചാവണം ഇല്ലല്ലോ ഈ തെണ്ടി നാട്. റിഫ്രഷ് അടിച്ചില്ലായിരുന്നോ? ഞാൻ റീഫ്രഷ്ഡാ.
അല്ലല്ല അത് 3 ടാപ്പ് തന്നെയാണ് ഓൾറെഡി സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട് ഓൾറെഡി കിട്ടുന്നുണ്ട് അത് അങ്ങനെ കാണിക്കുന്നായിരിക്കും ഡിലേ പാക്കറ്റിൽ പിന്നെ ഇല്ല, അവൻ ഇത് അവനത് screen ചത്ത് വീഴുന്നല്ലായിരുന്നു അവൻ റോൾ ചെയ്തതാടാ മോബി സ്ക്രീനിൽ കാണിക്കുന്നുണ്ടോ? അവൻ റോൾ ചെയ്തു ആ റോൾ ബഗ് അത് അസൻസി ഉണ്ടോ പി ഉണ്ടോ കണ്ടോ അത് ഷീൽഡ് പോയി എന്റെ അതാ അല്ല, ഷീൽഡ് അല്ല. തന്നപ്പോഴേ ഓക്കെ നൈസ് ട്രൈ അസൻസിയോ ഷീൽഡ് വരുമ്പോ ഇങ്ങനെ ചത്തെണ്ണിക്കണോ ഈ ജോഗി ഇതൊക്കെ എന്റെ മേടിക്കില്ല എന്റെ മേടിക്കലാണ് നീയും ഇതിലെല്ലാം മരിച്ച റെഫ്രഷില് അതൊക്കെ ആ വലിയവന്റെ ആ ഒരു പെട്ടി ഞാനൊരു ഫിഷില്ല മരിച്ചത് ഇനി ഇവിടെ കളിക്കാനുണ്ട് ഇനി ഇവിടെ കളിക്കണ്ടേ രണ്ടാമത്തെ തൊട്ടാണ് ഞാൻ ഇങ്ങനെ ചാവണം ഹരീതി ബ്ലാസ്റ്റ് അല്ല ഇനി ബില്ലിമോൻസി ബ്ലാസ്റ്റ്. രണ്ടാമത്തെ വട്ടാണ് മറ്റേ പൊട്ടി ചാവണം ഞാൻ നാമ്പട്ടം വെടിയില്ല കണ്ടപ്പോൾ blast. തുന്നിലിരിക്കുന്നേരം. വാറുണ്ടോ ഇവിടെ വാറൊക്കെ നാമ്പട്ടം കണ്ടപ്പം തുന്നനനനൻ. ബില്ലു ബ്രോ വെൽക്കം ടു ഇതിലെന്റെ ബോഡി ചെയ്യും രാണ പറ നീ വാടാ ട്രിവാൻഡ്രത്ത് വാ. എനിക്കത് വരണ്ട രായണ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഓക്കെ എടാ ഞാൻ ഇറങ്ങട്ടെ എടാ വേറെ തീയൊന്നുമില്ല ഞാൻ ഇറങ്ങട്ടെ എങ്ങനെ കൊണ്ടുവരാന്ന് ഡോർക്കിയിലുണ്ടോ ഡോർക്കി